to Shafiq Evergreen, a man who transformed for the change. ട്രാൻസ്ഫോർമേഷന് വേണ്ടി വിധേയമായ ഒരു വ്യക്തിത്വം. ഗുഡ് ഈവനിങ്. എന്തായാലും പോരാട്ടം കഴിഞ്ഞില്ല, എല്ലാം ഹാപ്പി അല്ലേ? ഓക്കെ, നമുക്ക് കഴിഞ്ഞിട്ട് തുടരാം. എന്തായാലും വളരെ സന്തോഷം നൽകിയ ദിവസമാണ്. സത്യത്തില് ഞാൻ ജസ്റ്റ് വളരെ ഹാപ്പി. കാരണം നല്ല ഹാപ്പി. കാരണം ഒരു 10 വർഷത്തിന് ആഗ്രഹമാണ് എന്റെ ഫോർച്യൂണർ വന്നിട്ടുണ്ടാവും. വളരെ നന്ദി കളിക്കും. ഒരു 3 മാസം മുന്നേ എന്റെ കയ്യില് ഒരു കാറ് വിൽക്കാൻ സാധിച്ചു. അന്ന് എനിക്ക് സത്യത്തില് ഫോർച്യൂണർ എടുക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അന്ന് കുറച്ച് പൈസ കുറവിന്റെ പേരിലാണ് അന്ന് ഞാൻ കാറെടുത്ത്. പക്ഷെ അന്നത്തെ ഇന്ന് ആ കാറേക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. 7 വർഷമായിട്ട് സ്വിഫ്റ്റ് ഉണ്ടാവും. ആ സ്വിഫ്റ്റ് കൊടുക്കാതെ താറെടുത്തതും ആ താറ് കാരണം 19 വർഷമായി. ലക്ഷങ്ങൾ കടമുണ്ടാക്കി 4 വർഷം മുമ്പ്. പക്ഷെ ഈ 1 വർഷത്തിനുള്ളിൽ ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടി വളരെ ഹാപ്പി ആയിട്ട് ഒരുപാട് കടന്നു കളിക്കും. ഇപ്പൊ അവർക്ക് ഞാൻ വളരെ സന്തോഷം പറയണേ. എന്താ പറ്റുമ്പോഴേ വർഷങ്ങൾക്ക് മുന്നേ മറന്നുപോയ സാധനമുണ്ട്, ഗോൾഡ്. അപ്പൊ എന്തായാലും അതൊരു 10 ലക്ഷത്തിന്റെ ഭാഗത്ത് വിലവെക്കുന്നുണ്ട്. 10 ലക്ഷം എല്ലാവരും കഴിഞ്ഞിട്ടാണ്. പക്ഷെ അപ്പൊ അല്ല, എന്തായാലും 2 മാസം ഉറപ്പേര് അത് ഞാൻ 10 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് സത്യത്തില് എന്റെ ചെയർമാൻ നന്ദി പറയാൻ എന്റെ ചെയർമാൻ ചിത്രം പറയാൻ ഒരു 5 വർഷം മുമ്പ് കൊറോണ സമയത്ത് ഞാൻ വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നിശാസാറിനെ വിളിക്കുന്നത്, ഷെഫീഖ ഞാനൊരു കമ്പനി തുടങ്ങാൻ പോണേ, കൂടെ കൂടുണ്ടോ? ഞാനെന്ത് പറഞ്ഞറിയാം, ജീവിക്കുന്നു ഇപ്പൊ ജീവിച്ചു പോണ്ട്. കാരണം ആ സമയത്ത് ഞാൻ ആകെ എന്റെ കുടുംബത്തെ പട്ടിണിയാണ്, ആകെ വിഷമിച്ചാണ് ഇങ്ങനെ സമയത്താണ് സാറിനെ വിളിക്കുന്നത്. പക്ഷെ ആ ഗ്യാപ്പിൽ ഞാൻ എന്റെ കയ്യിലുണ്ടാകുന്ന ഒരു ഗുഡ്സ് വണ്ടി ആ ഗുഡ്സ് വണ്ടി എടുത്തിട്ട് ഞാൻ ഫ്രൂട്ട്സ് കച്ചവടത്തിന് പോയി
അത് നഷ്ടം വന്ന് 1 മാസം കൊണ്ട് വീണ്ടും പച്ചക്കറി അതും നഷ്ടം വന്ന് പിന്നെ പോകുന്നത് മീൻ കച്ചവടത്തിന് പോകുന്നു. മീൻ കച്ചവടത്തിന് പോകുന്ന സമയത്ത് സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു സാറെ കാണില്ല ആ പരിപാടിക്കല്ല. കാരണം ഇന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് അരി മേടിക്കുന്നുണ്ട്. ആകെ വിഷമിച്ചിരുന്ന സമയത്ത് ഇതെങ്ങാനും ഞാൻ വേറെ വല്ല പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ തുടങ്ങുന്നത് ആ പണിക്ക് അങ്ങനെ പോകണമെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാവും എനിക്ക് എല്ലാം ഉറപ്പാണ്. പക്ഷേ ഞാൻ എന്റെ തള്ളിക്കളഞ്ഞ് വീണ്ടും സാറ് വിളിച്ച് ഷെഫിക്ക് അവസരമുണ്ട് കൂടെ വാന്ന് പറഞ്ഞു. ഇല്ല സാറേ കളിയാക്കി മീൻ കച്ചവടക്കാരനെ വിളിക്കുന്നുണ്ട്. കളിയാക്കി വിളിച്ച് ഞാനന്ന് സാറിനെ കളിയാക്കി സത്യത്തിൽ ഞാൻ സാറിനോട് പറയുന്നത് സാറെ കളിയാക്കി വിളിച്ചിട്ടുള്ളത് എന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാൻ എന്തേത് ലാസ്റ്റത്തെ വിളി സാറ് വിളിച്ചപ്പോൾ വീണ്ടും ഞാൻ ഫോൺ എടുത്തില്ല, മൈൻഡ് ചെയ്തില്ല. കേൾക്കണം, സാറിന്റെ ലാസ്റ്റത്തെ കോൾ എടുത്തില്ല, മൈൻഡ് ചെയ്തില്ല, സാറിനെ കളിയാക്കി. പിന്നെ നോക്കിയപ്പോൾ തിരൂര് മാർക്കറ്റിൽ മീനെടുക്കാൻ വേണ്ടി വെളുപ്പിന് 2 മണിക്ക് എടുക്കണേ. ആ സമയത്ത് വെറുതെ ഉറക്കം വരില്ല. കാരണം കടങ്ങൾ നിൽക്കുന്നുണ്ട്. മരണം എപ്പോഴും സംഭവിക്കുന്ന പറയാൻ പറ്റില്ല. കൊറോണ പറഞ്ഞിരിക്കുന്നത് നാട്ടിൽ ജനങ്ങൾ മുന്നിൽ ഇറങ്ങി നടക്കുന്നത് കൊറോണ അല്ലേ. അപ്പൊ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴുണ്ട് റാവ് ഓഫീസറിനെ കൊണ്ട് ഡെയിലി 3000 രൂപ. കേൾക്കണ കഥ. അപ്പൊ ഞാൻ ആ സമയത്ത് നിശാ സാറിന് വെറുതെ മെസ്സേജ് ഇട്ടു, സാറേ എന്താ സംഭവം, റാഫി സാറിന്റെ 3000 രൂപ എന്താ സംഭവം, ജസ്റ്റിഫൈഡ് എന്ന് ചോദിച്ചു. സാറ് എന്റെ വാട്സപ്പ് നോക്കിയില്ല, ആലോചിക്ക അല്ലെങ്കിൽ മതി. നേരം വെളുത്തപ്പോ സാറിന് നിരന്തരം ഞാൻ വിളിച്ചു. സാറ് പറഞ്ഞേ എന്താ ശരിക്കാ കുറച്ച് തിരക്കില് എന്നെ വിളിച്ചറിയ സാറിനെ അങ്ങോട്ട് വിളിച്ചപ്പോ ഭയങ്കര ബിസിയാ. ഞാൻ എന്തോ കാര്യമായിട്ട് തടയുന്നുണ്ട്. കാലത്തന്നെ മീനൊക്കെ കൊണ്ട് വിറ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വളരെ മാമ കയ്യൊന്നും സുഖില്ല, നാളെ ലീവ് ഇട്ടാ മതി. ലീവ് എടുത്ത് മാമ വയ്യാത്തല്ലേ പോയിട്ട് വീട്ടിൽ പോയി. അപ്പൊ നീ സാറിനെ വിളിച്ചപ്പോ സാറ് പറഞ്ഞു ഷെഫിക്ക എന്ത് പ്രശ്നം, ഞാൻ പറഞ്ഞ അത്യാവശ്യം കാണണം. റാഫി അങ്ങോട്ട് വരെ ഓഫീസിൽ വരുന്നുണ്ട്, റാഫിയുടെ കൂടെ അങ്ങോട്ട് വാങ്ങി പറഞ്ഞു. ഞാൻ റാഫി സാറിനൊപ്പം പോയി ഓഫീസിൽ ചെന്ന് അവിടെ ചെന്നപ്പോണ്ടാ എനിക്ക് കിട്ടേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ല കണ്ണിക്കണ്ട മേടിച്ചിട്ടുണ്ട്. എന്താ ഒരു അനീസ് സാറിന്റെ ലീഡർ ഉണ്ടായി മിനി സുശീൽ, ആ മാഡത്തിന്റെ കെയർ ഓഫില് ഒരു പയ്യൻ വന്നിട്ടുണ്ട്. ഒരു TV ഉണ്ടോന്ന് വിന്നറായിട്ട് അച്ചീവ് ചെയ്തിട്ട് TV മനസ്സിലാ, ഒരു ബിസിനസ് 3000 രൂപ ഡെയിലി മേടിച്ചപ്പോൾ സാറ് കൊടുത്ത ഗിഫ്റ്റിന് ഒരു TV സഹിച്ചോ മക്കളെ. അത് കഴിഞ്ഞപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ മിനി സുശീൽ ഉണ്ടല്ലോ അതിനെന്താ ക്യാഷ് പ്രൈസ് കൊടുക്കണ ചെയർമാൻ, അതൊന്നും ഇത് കണ്ടി പിടിച്ചില്ല. അപ്പൊ ഞാൻ എന്താ സംഭവം പെട്ടക്ക എന്തായാലും കൊറോണ സമയത്ത് പൊളിക്ക ഡെയിലി 1000 കിട്ടിയിട്ടാ അത് ഇട്ടിട്ട് പോകുന്നിട്ടാ. മാമാട് പറഞ്ഞു മാമ ഡോക്ടറിന് പോയി റെസ്റ്റ് ഉണ്ടായിരുന്നു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ചു ലീവ് എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഡെയിലി പോയിട്ട് ഉറക്കുളച്ചിട്ട് കിട്ടുന്നത് ഡെയിലി 1000 രൂപ. അപ്പൊ ഞാൻ 3000 അല്ല ആവുന്ന വെച്ചാൽ മാമാൻ ലീവ് എടുത്തിറങ്ങി. അന്ന് തന്നെ ആവേശം കൊണ്ട് ഫീൽഡിൽ പോയി വർക്ക് ചെയ്ത് കൊണ്ടേറ്റ് നിനക്കല്ല പ്രാന്നിട്ട നീ ആരുടെ കൂടെ കൂടെ നീ ഷായിലൂടെ അത് നീ സാറിന് കൂടെ നിങ്ങൾക്ക് പണ്ട് ജീവിക്കൂടെ വേറെ കൂടെ ഇവിടെ അല്ലേ. ഞാനൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നു, ഞാനൊക്കെ നെഗറ്റീവ് അല്ല
സാറേ നടക്കോ എന്തേ ഞാൻ അവൻ പറഞ്ഞോട്ടെന്നറിയാം. പക്ഷെ എന്താണെന്നറിയാം, ആ കുറ്റം പറഞ്ഞോണ്ടല്ല, സത്യത്തിൽ ആരെ പറ്റിക്കുന്നുണ്ട്, നിശാദി സാറെ പറ്റിക്കുന്നു പറഞ്ഞത്. ഇപ്പൊ എനിക്ക് 50,000 തരാണ്ട്. ഞാൻ അവന് നാണം കിട്ടില്ല ആരെ മുന്നിൽ, റാഫി സാറിന്റെ മുന്നിൽ. കാരണം അവൻ റാഫി സാറിന്റെ ബാക്കി വർക്കൊക്കെ കണ്ടു പോകണം. അത് കഴിഞ്ഞാൽ ആവശ്യം കൊണ്ട് വീണ്ടും സാറിനെ വിളിച്ചപ്പോൾ സാറിനെ കുഴപ്പമില്ല, വർക്ക് കുഴപ്പമില്ല. എനിക്കറിയില്ല സാറിനെ, ഞാൻ 19 വർഷമായിട്ട് സാറിനെ ഒപ്പം നിൽക്കണം. എനിക്കറിയൂടെ സാറാരെന്നുള്ളത്. അങ്ങനെ സാറിന്റെ കൂടെ വർക്ക് പിറ്റേ ദിവസം വർക്കിനായി ആവേശത്തോടെ ആളുകളെ കാശില്ല. അന്നത്തെ ദിവസം 3000 രൂപ അല്ല, 1500 ഉള്ളൂ. 1500 എടുക്കാൻ ആളുകളില്ല. ഞാൻ ഫീൽഡിൽ ഓട്ടത്തോട്ടം ക്ലോസിങ് നടക്കുന്നില്ല. മാമനെ വിളിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, മാമ പണിയില്ല, മാമ പണി വെച്ച് എന്താ പോലെ വേറെ കുഴപ്പമില്ല, ഓഷാറായിട്ടുണ്ട്. സത്യത്തിൽ മാമാർക്കില്ലേ, മാമക്ക് വണ്ടി ഓടിക്കാറില്ല, പാവം. അങ്ങനെ കിട്ടിയ മാമക്ക് സ്വർഗ്ഗമാണ്. കഴിഞ്ഞിട്ട് സ്വീകരിച്ച് കച്ചവടത്തിന് പോയി. വീണ്ടും കച്ചവടം ഡെയിലി 1000 രൂപ കിട്ടി തുടങ്ങി. പിന്നെ നോക്കിയപ്പോണ്ടാ സ്റ്റാറ്റസ് വീണ്ടും നോക്കിട്ടാ ഡെയിലി 6000 രൂപ. അത് മെയിൻ ചെയ്തില്ല, അവർക്കുള്ള പറ്റിപ്പിക്കുന്നു. നമ്മളെ കൊണ്ട് ഓഫീസർ പറഞ്ഞ് നടക്കില്ല. ആവശ്യം ഡെയിലി 6000 വിളിച്ചില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വേണ്ടി നോക്കുമ്പോൾ ഡെയിലി 9,000 രൂപ. സഹിക്കാൻ പറ്റുമോ? മാമാനെ പറഞ്ഞേ, മാമ പിന്നെ വേറെ പറയാനില്ല, കുടുംബകലഹം ഗ്യാസിലിടുന്നത്. മാമ എൻ്റെ പാർട്ട്ണർ കടം മൊത്തത്തിൽ പ്രശ്നമില്ല. പാർട്ട്ണർ പറഞ്ഞു നമ്മളെ വണ്ടിയാണ് കൊടുത്താലോ, ഈ വണ്ടിയിലെ പ്രശ്നം. ഞാൻ എന്തേത് സാറ് വരാല്ലേ, കപ്പലെത്തി വരാല്ലേ എന്നാ പറഞ്ഞാൽ എന്തേത് അസലായിട്ട് വണ്ടിയാണ് കൊടുത്ത്. വണ്ടി എടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പോയിട്ട് കൊടുത്ത് ഞാൻ പിന്നെ അതിന് പിന്നാലെ പോകില്ല. അത് അസലായിട്ട് വീണ്ടും അൽഹംദുലില്ല ജസ്ബിളിൽ കൂടി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. സ്റ്റേജിനല്ല ആർക്ക് എടുത്തെന്നാലും ആരും എടുക്കില്ല. പക്ഷെ ഞാൻ എന്തായാലും എനിക്കറിയാം, ഇവിടെ ഓഫീസുകാരുടെ 9,000 കിട്ടാൻ എനിക്ക് മേടിക്കാൻ പറ്റും. അൽഹംദുലില്ല ഞാൻ ആത്മാർത്ഥമായി പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ആ സമയത്ത് കൊറോണ സമയത്ത് അൽഹംദുലില്ല നല്ല രീതിയിൽ ബിസിനസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ ഇൻകം കിട്ടി. പിന്നെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ടാവില്ല, ഒന്ന് എൻഗ്രാഫ് കയറി ഇറങ്ങിയൊക്കെ വരും. പക്ഷെ ഒരിറക്കം വന്നപ്പോൾ അത് കമ്പനിക്ക് ഉണ്ടായിരുന്നു. അത് അന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ വിഷമിച്ച് ചെറിയ ചെറിയ കിട്ടിയപ്പോൾ ആഗ്രഹങ്ങൾ നേടാൻ പറ്റില്ല. അപ്പോൾ സാറോട് ചോദിക്കും, സാറോട് ശരിക്കും ശരിയാവും, ടെൻഷൻ അടിക്കണമാണ്. പക്ഷേ ഇന്ന് എൻ്റെ സമയം എടുത്തത് ഈ 2026 ആയപ്പോൾ എൻ്റെ സമയം എടുത്തു. എൻ്റെ മാത്രമല്ല നിങ്ങളെല്ലാവരും സമയം എടുത്തു. കറക്റ്റ് സമയത്താണ്. പക്ഷേ അത് ആത്മാർത്ഥമായി ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. വെറുതെ കുടുംബത്തിനോടൊന്നും യാതൊരു കാര്യമില്ല. ഇന്നെല്ലാവരും ഇപ്പം നിൽക്കുന്ന ആളുകൾ ട്രെയിനിൽ കെട്ടി നല്ല പവറായിട്ട് നല്ല ചാർജായിട്ട് വന്നിട്ടുണ്ട്. അല്ല എല്ലാവരും നല്ല ചാർജ് കിട്ടിയില്ലേ? സെയിൽസ് സെക്രട്ടറി പഠിച്ചിട്ടില്ലേ? ചെയ്തൂടെ? അല്ല ഇറക്കില്ലേ? നമുക്ക് പൊളിക്കാതെ ഇന്ന് എനിക്കിന്ന് കോർത്ത് കിട്ടിയില്ലേ, അടുത്ത മാസം ഡിഫൻഡർ അടിക്കാം. അടിക്കൂടെ? എല്ലാവരും അടിക്കാം. ഇവര് യൂണിവേഴ്സ് ഒപ്പത്തിന് വന്നാലും അവർക്കും കൊടുക്ക. കമ്പനി നമുക്ക് തരുന്നത് നമ്മളെന്തായാലും നമുക്ക് അടിച്ചു നോക്കാം ഒപ്പത്തിന്. എല്ലാവരും തയ്യാറല്ലേ? നിങ്ങൾ തയ്യാറല്ലേ? അല്ലേ? ഓക്കെ.